നിങ്ങളിപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണോ? അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഗോൾ എന്താ അറിയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താ അറിയില്ല, ആൻഡ് ഏതൊരു ഡയറക്ഷനിലോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന് അറിയില്ല, ഫുള്ളൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരാളാണോ? എങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ എം മുബഷിർ ആൻഡ് ഐ ടോക്ക് അബൌട്ട് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് എൻ്റെ സ്റ്റോറി പറഞ്ഞതാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്തിയതെന്ന്. എൻ്റെ ഇപ്പോഴത്തെ പർപ്പസിനെ ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ദി യങ് ജനറേഷൻ ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് ദം സെൽഫ്സ്. അതായത് ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് പറയുന്നത് ഫുൾ അഡിക്റ്റഡ് ആയിട്ട് പോണ്, ഡ്രഗ്സ്, ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണേ, ലൈഫിലൊരു ക്ലാരിറ്റി ഇല്ലാതെ നടക്കുന്ന ആൾക്കാർക്ക് ഓലൊരു ബെറ്റർ വേർഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എങ്ങനെ ഓലെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു യങ് മെന്നാണ്. അപ്പോൾ എനിക്കറിയാം എന്താണ് ഇപ്പോഴത്തെ മെയിനായിട്ട് യങ് ജനറേഷൻസ് ഓല് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആൻഡ് അതിനുള്ള സൊല്യൂഷൻസ് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസായിട്ടും ആൻഡ് സബ്സ്റ്റാക്ക് ന്യൂസ് ലെറ്റേഴ്സായിട്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യണത്. ന്യൂസ് ലെറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്തിയെന്ന് വെച്ചാൽ, എനിക്ക് ചെറുപ്പം മുതലേ രണ്ട് സംഭവങ്ങളോട് നല്ല താല്പര്യമായിരുന്നു. അതിൽ ഒന്നാമത്തെ സംഭവമാണ് റൊട്ടീന്, രണ്ടാമത്തെ സംഭവമാണ് ടീച്ചിങ്. റൊട്ടീൻ കൊണ്ട് അവിടെ മീൻ ചെയ്യണത് നമ്മുടെ ലൈഫ് ഒരു ഫുള്ളൊരു ബെറ്ററായിട്ട് ഒരു ഷെഡ്യൂളായിട്ട്, ഒരു ദിവസം ഇപ്പോൾ ഇന്ന സമയത്ത് എണീക്കണം, ഇത് ചെയ്യണം, ബുക്ക് വായിക്കണം, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഓടാൻ പോകണം. അതായത് ഫുള്ളൊരു ഷെഡ്യൂൾ ചെയ്തിട്ട് ഫുള്ളൊരു റുട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം കൊണ്ടുനടക്കാൻ, അല്ലെങ്കിൽ ഒരു ഗോളിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് നടക്കാൻ എനിക്ക് നല്ല താല്പര്യമായിരുന്നു. അതാണ് ഞാൻ റുട്ടീൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈവൻ എനിക്കന്ന് കുറേ ബാഡ് ഹാബിറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തൊരു ദിവസം അല്ലെങ്കിൽ ഒരു റുട്ടീനായിട്ട് എന്നും അങ്ങനെ കൊണ്ട് നടക്കാമെന്നില്ലേ, അതായത് ഒരു ഫുള്ള് സെൽഫ് ചേഞ്ച് അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് എനിക്ക് അന്ന് മുതലേ താല്പര്യമൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്, എനിക്ക് ഏത് സംഭവം ഞാൻ പഠിക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അറിയണ സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ ടീച്ച് ചെയ്യുക എന്നുള്ളതും എനിക്ക് നല്ല താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. ഈവൻ എനിക്കന്ന് ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, ഒരാളുടെ മുന്നിൽ പോയി സംസാരിക്കാൻ അറിയില്ല എങ്കിൽ പോലും, ഇത് അറിയില്ലെങ്കിലും ഇത് ചെയ്യാൻ നല്ല താല്പര്യമായിരുന്നു. ഈ ടീച്ചിങ് ആരാണ് സംഭവം ചെയ്യാൻ നല്ല താല്പര്യമായിരുന്നു. ഞാൻ ഈ +1 +2 പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമ്പോൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റിവിഷന് ഇങ്ങനെ എന്തോ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ഒരാളെ ടീച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇമേജിൻ ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അതായത് ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇന്നെ ഒരാൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നില്ല, ആ ഒരു മൈൻഡിൽ, ആ ഒരു നിലക്കായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷൻ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെയാണ് ഞാൻ ഈ നോൺ ഫിക്ഷൻ ബുക്കുകൾ വായിക്കാൻ തുടങ്ങിയത്. അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, സെൽഫ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയ ഫിറ്റ്നസിനെ കുറിച്ച്, സക്സസിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഈ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, മോട്ടിവേഷൻ ഇങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ വായിക്കണതും അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കണതും. ഏകദേശം ആ ഫസ്റ്റ് ഇയർ ഹയർ എഡ്യൂക്കേഷൻ്റെ 1 ഇയർ ഞാൻ കുറേ ബുക്കുകൾ വായിച്ചു. അതിന് കുറേ ഇൻഫോർമേഷൻ, എങ്ങനെ ഒരു ഗുഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക, എങ്ങനെ ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ക്വിറ്റ് ചെയ്യുക, അങ്ങനെ കുറേ പ്രോക്കാസ്റ്റിനേഷൻസ്, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചു. അതൊക്കെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസും ഞാൻ ഉണ്ടാക്കൽ തുടങ്ങി. അതായത് വെറും ഈ നോൺ ഫിക്ഷൻ ബുക്കുകൾ വായിക്കുക എന്നല്ല, അതിൽ നിന്ന് കിട്ടുന്ന ലെസൺസൊക്കെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 1 ഇയർ ഒക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ എനിക്ക് തുടങ്ങിക്കൂടാ. കാരണം ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് അത്യാവശ്യം നോളജ് കാര്യങ്ങൾ എനിക്കറിയാം. അതെങ്ങനെ ചെയ്യാം, അത് ചെയ്താണ്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതായത് ഇപ്പം കൺസിസ്റ്റൻസി എങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം, അത് നമ്മൾക്ക് ലോങ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു സംഭവത്തിൽ ചെയ്യാം, നമുക്ക് ഡിസിപ്ലിൻ എങ്ങനെ ഫോളോ ചെയ്യാം, മോട്ടിവേഷൻ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്താണ് നമുക്കൊരു സംഭവം നമുക്ക് തന്നെ ചെയ്തു തീർക്കാം, എങ്ങനെ ഗുഡായിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാം, ബാഡായിട്ടുള്ള ഹാബിറ്റ്സ് നിർത്താം. ഇതൊക്കെ ഞാനിങ്ങനെ വായിച്ച് പഠിച്ചു എന്നല്ല, അതൊക്കെ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസും എനിക്കുണ്ട്, ഇതിലുള്ള നോളജും എനിക്കുണ്ട്. ആൻഡ് ഇനി യൂട്യൂബിൽ ചെയ്യാൻ എനിക്ക് വേണ്ടത് സംസാരിക്കാനുമുണ്ട്. അപ്പോൾ അതിനെനിക്ക് ക്യാപ്പബിലിറ്റി അത്രയും സ്കിൽഡ് ആയിട്ടില്ലെങ്കിൽ പോലും അതിനോട് എനിക്ക് താല്പര്യമുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷന്, അല്ലെങ്കിൽ ഇവിടെ യൂട്യൂബിൽ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അത്ര അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ല, അത്ര അറിയില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ തോന്നിയത് എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതും. ആൻഡ് നല്ല രീതിക്ക് ജെന്യുവിനായിട്ട് ആൾക്കാരുടെ ലൈഫിൽ വല്ല ചേഞ്ചസ്, ഇങ്ങനത്തെ സംഭവങ്ങൾ, ഇങ്ങനെ ടോപ്പിക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഓരോ ലൈഫിൽ ചേഞ്ചസ് വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ ചങ്ങായി പറഞ്ഞ മാതിരി നമ്മളെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടെത്തുക എന്നുള്ളത് എത്രയോ സിമ്പിളാണെന്ന്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചിലപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞെങ്കിൽ പോലും ഏകദേശം ഒരു 1.5 ഇയർ ഞാൻ ഇതിൻ്റെ പർപ്പസ് കണ്ടെത്താനായിട്ട് ഞാൻ ചിലവാക്കിക്കണം. കുറേ ഹാബിറ്റ്സ് ഞാൻ ചെയ്യും, കുറേ സംഭവങ്ങൾ ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടമില്ലാത്ത കുറേ സംഭവങ്ങൾ ചെയ്യും, എന്നിട്ട് കുറേ മിസ്റ്റേക്കുകൾ വരുത്തും. അങ്ങനെ ചെയ്ത് ആ റിപ്പീറ്റേഷൻ ബിൽഡ് ചെയ്തപ്പോഴാണ് ഏകദേശം ഞാൻ പറഞ്ഞ ഒരു 1.5 ഇയർ എത്തിയപ്പോഴാണ്
ഞാൻ ഏത് റൂട്ടിലോട്ടാണ് പോകേണ്ടത്, ഞാൻ എന്താണ് ഈ വേൾഡിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ക്ലാരിറ്റി വന്നത്. സോ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ക്ലാരിറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളെ പർപ്പസ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഈ 4 ക്വസ്റ്റ്യനിൽ ആൻസർ കണ്ടെത്തിയാൽ മതി. ഒന്നാണ് വാട്ട് യു ലവ്, 2 വാട്ട് യു ആർ ഗുഡ് അറ്റ്, 3 വാട്ട് ദി വേൾഡ് നീഡ്സ്, 4 വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു ലവ്. അതായത് നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് ചെറുപ്പം മുതൽ ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങൾ, റീഡിങ് ആവാം, റൈറ്റിംഗ് ആവാം, വീഡിയോ ക്രിയേഷൻ ആവാം, വീഡിയോ എഡിറ്റിംഗ് ആവാം. ഏതായാലും ആ സംഭവം ചെയ്യണത് മറ്റുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യണത് മറ്റുള്ള ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു ആർ ഗുഡ് അറ്റ്. നമുക്ക് നാച്ചുറലി ഒരു അഡ്വാൻറ്റേജസ് കിട്ടിയൊരു സംഭവം ഉണ്ടാവുമല്ലോ, നേരത്തെ പറഞ്ഞ മാതിരി ആ സംഭവം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റും വേണം, ആൻഡ് ആ സംഭവം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാനും കഴിയണം. അതായത് ഇത്രേ ഉള്ളൂ, ആ സംഭവം എല്ലാവർക്കും ചെയ്യാൻ കഴിയുണ്ടാവും. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയാലും പബ്ലിക് സ്പീക്കിംഗ് ആയാലും ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് അത് ഒന്നും കൂടി ഓലിയും കാട്ടിൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റണം. മൂന്നാമത്തെ സംഭവമാണ് വാട്ട് ദി വേൾഡ് നീഡ്സ്. നിങ്ങൾക്ക് ഒരു സംഭവത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ആൻഡ് ആ സംഭവം നിങ്ങൾക്ക് ചെയ്യാനും അറിയാം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ആ സംഭവം വേണ്ട, അത് മറ്റുള്ള ആൾക്കാർക്ക്, നിങ്ങളെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് അത് ബെനിഫിറ്റ് ഉണ്ടോ, ഓൽക്കത് ഹെൽപ്ഫുൾ ആവുമോ എന്ന് നോക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. നിങ്ങൾക്ക് ഒരു സംഭവത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ആ സംഭവം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, ആൻഡ് ആ സംഭവങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ട്, ഓൽക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ പോലും ലാസ്റ്റ് നിങ്ങൾ നോക്കേണ്ട സംഭവമാണ് നിങ്ങൾക്ക് അതിന് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ. ഈ 4 ക്വസ്റ്റ്യനിൽ ആൻസർ നിങ്ങൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളെ പർപ്പസ് കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഞാൻ ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് വെച്ചാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് വാട്ട് യു ലവ്. എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. നേരത്തെ എണീക്കുക, അങ്ങനെ ബുക്കുകൾ വായിക്കുക, അങ്ങനെ ലൈഫ് ചേഞ്ചസ് വരുത്തുക, അതുപോലെ തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റികൾ ചെയ്യുക. അതെനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ ടീച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സംഭവമാണ് വാട്ട് യു ആർ ഗുഡ് അറ്റ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നാച്ചുറലി എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് എന്ത്, ഈ ടീച്ചിങ് ഉള്ളത്. അതാണ് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് ഞാൻ അവിടെ പറയണത്, അതുപോലെ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവമാണ് ഞാൻ അവിടെ ചെയ്യണത്. അതായത് ഒരാൾക്ക് ടീച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അതും എനിക്ക് ഇൻട്രസ്റ്റിംഗ് നല്ലൊരു സംഭവമാണ്. മൂന്നാമത്തെ സംഭവമാണ് വാട്ട് ദി വേൾഡ് നീഡ്സ്. ശരിക്കും ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന സംഭവം ഇപ്പോൾ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുണ്ടോ, ബെനിഫിറ്റ് ആവുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫുൾ ഒരു ലൈഫിൽ ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന ആൾക്കാർക്ക് ഒരു ഹെൽപ്ഫുള്ളായ ഒരു ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നാലാമത്തെ വാട്ട് യു ക്യാൻ പെയ്ഡ് ഫോർ. എനിക്കിത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ യെസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഓൺലൈനിൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെയൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പൈസ ഏൺ ചെയ്യാനും പറ്റും. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ട് നിങ്ങൾക്കൊരു ബോണസ് ടിപ്പ് പറഞ്ഞുതരാം. എനിത്തിങ് ഈസ് എ സ്കിൽ ആൻഡ് യു ക്യാൻ ലേൺ ഇറ്റ് ത്രൂ റിപ്പീറ്റേഷൻ. ഏത് സംഭവം നിങ്ങളുടെ ലൈഫിൽ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കണ്ടൻറ് ക്രിയേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സംഭവം ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, റീഡിംഗ് ആയിക്കോട്ടെ, ഏത് സംഭവമായാലും അത് ചെയ്ത് റിപ്പീറ്റേഷൻ ബിൽഡ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ സംഭവത്തിൽ നിങ്ങൾക്കൊരു ബെസ്റ്റായിട്ട് എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ മുന്നേ നിങ്ങൾ കുറേ മിസ്റ്റേക്കുകൾ വരുത്തേണ്ടി വരും, ആ മിസ്റ്റേക്ക് നമ്മൾ ലേൺ ചെയ്യേണ്ടി വരും, കുറേ പൈസ മേ ബി നിങ്ങൾ ചിലവാക്കേണ്ടി വരും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അതായത് ഞാൻ പറഞ്ഞത് എനിത്തിങ് ഈസ് എ സ്കിൽ. നമ്മൾ എന്ത് ചെയ്യേണ്ട സംഭവം ഒരു സ്കില്ലാണ്, ആൻഡ് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ? ത്രൂ റിപ്പീറ്റേഷൻ. അതിന് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നടന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ മൈക്കാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ക്രിയേഷന് വേണ്ടിയിട്ട് വാങ്ങിയ സംഭവം. ഇതിന് വെറും ഒരു 400 ഉള്ളൂ. അന്ന് ഞാൻ വാങ്ങുന്ന സമയത്ത് എനിക്കറിയില്ല, മൈക്കിനെ കുറിച്ച് അറിയില്ല. മൈക്കിൽ ഈ നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മൈക്ക് വാങ്ങുമ്പോൾ ഒരു സെറ്റായിട്ടുള്ള മൈക്ക് വാങ്ങണം, ഇതൊന്നും എനിക്ക് കുറിച്ച് അറിയില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ ഒരു മൈക്ക് വേണമെന്ന് പറയുന്നത് ഈ മൈക്ക് വാങ്ങി. ബട്ട് ഈ മൈക്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു, ഇതിൽ സൗണ്ട് കിട്ടൂല. അങ്ങനെ ഇത് പാടി. രണ്ടാമതായിട്ട് ഞാൻ വാങ്ങിയ സംഭവമാണ് ഇത് ബോയ എന്ന് പറഞ്ഞ കുറച്ച് വയറില്ലേ, ഏകദേശം ഒരു 1000 വിലല്ലേ. അന്നും ഇത് വാങ്ങി ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഇതും ഒരു സ്റ്റിക്കർ ഉണ്ടായി, ഞാനത് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ വയറും കട്ട് ചെയ്തു, അപ്പോൾ ഇതും പാളി. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ രണ്ടോട്ടം പാളിയല്ലോ. അപ്പോൾ ഞാൻ സംഭവങ്ങളെ കുറിച്ച് പഠിച്ചു. എന്താണ് മൈക്കിൽ എന്തൊക്കെ വാങ്ങണം, മിനിമം എത്ര ടൈപ്പ് വിലയിലൊരു മൈക്ക് വാങ്ങണം എന്നൊക്കെ ഞാൻ പഠിച്ച് ലാസ്റ്റ് ഇപ്പോഴത്തെ ഞാൻ വാങ്ങിയ മൈക്കാണ് ഈ ഹോളി ലാൻഡിൻ്റെ 5000 മൈക്ക്. നിങ്ങൾ ഈ ചേഞ്ചസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടോ? ഇതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് കേട്ടോ. നിങ്ങൾ ഈ ട്രാൻസ്ഫോർമേഷൻ കണ്ടോ? ഈ ചെറിയ മൈക്ക് ഞാൻ വാങ്ങണമെന്ന് എനിക്കറിയില്ല, എന്താണ് മൈക്ക്, അതിൽ മൈക്കിൽ എന്തൊക്കെ ഉണ്ടാവണം, ഏത് മിനിമം എത്ര രൂപേൻ്റെ മൈക്ക് നമ്മൾ വാങ്ങണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെയ്തു, ഒരു വട്ടം ചെയ്തു, 2 വട്ടം ചെയ്തു, 2 വട്ടം പാളി, 3ാമതാണ് ശരിയായത്. എന്ന പോലെ തന്നെ നമ്മൾ ഏത് സംഭവം നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്തി അതിന് ലേൺ ചെയ്ത് കുറേ പൈസ മേ ബി പോവാം, അങ്ങനെയൊക്കെ ചെയ്ത് ആ റിപ്പീറ്റേഷൻ ബിൽഡ് ആകുമ്പോഴേ ലാസ്റ്റ് ഇത് സക്സസ്സിലോട്ട് എത്തുള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ്, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്താൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. സീ യു ഇൻ ദി അനദർ വീഡിയോ.